തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതി വെള്ളിയാഴ്ച ഇടക്കാല ഉത്തരവിറക്കും. സംസ്ഥാനങ്ങളുടെ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇടക്കാല ഉത്തരവ്. കേസിന്റെ വാദത്തിന് വേണ്ടി ചീഫ് സെക്രട്ടറിമാർ സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നു. ഡി ധനസുമോദ് വിവരണവുമായി ചേരുന്നു. സുമോദ്, എന്താണ് ഉണ്ടായിരുന്നു കോടതിയിൽ? കോടതിയിൽ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർ കോടതിയിൽ ഹാജരായിരുന്നു. ഈ തെരുവുനായകളുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട നിയമം എത്രത്തോളം നടപ്പാക്കി എന്നുള്ള കാര്യം രേഖാമൂലം അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അറിയിച്ചു. അതിനുശേഷം അറിയിക്കാൻ കാലതാമസം ഉണ്ടായതിൽ ക്ഷമ ചോദിക്കുകയും ചെയ്തു. കേരളത്തിലാണെങ്കിൽ ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം നടക്കുന്നതിനാൽ കേരളത്തിലെ ചീഫ് സെക്രട്ടറിക്ക് ഹാജരാകാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായി ചൂണ്ടിക്കാട്ടിയത്. ഇക്കാര്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതലയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളാണ് ഹാജരായത്. തനിക്ക് ഇളവ് നൽകണമെന്ന കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ജയതിലകിന്റെ അപേക്ഷ സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു. അതിനുശേഷം ഈ സത്യവാങ്മൂലങ്ങളെല്ലാം പരിശോധിച്ച ശേഷമുള്ള ഒരു ഇടക്കാല ഉത്തരവുണ്ട്. അത് വെള്ളിയാഴ്ച നടപ്പാക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ കക്ഷി ചേരാൻ വേണ്ടി മറ്റു പാർട്ടികൾ എത്തിയിരുന്നു. പക്ഷേ ഇന്ന് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പോൾ 3 ഭാഗമായിട്ട് തിരിച്ചുള്ള ഒരു തുടർ നടപടികളായിരിക്കും ഇനി ഉണ്ടാകുക. തെരുവുനായകളുടെ കടിയേറ്റവർ, സംസ്ഥാന സർക്കാരുകൾ എങ്ങനെയാണ് ഈ നടപടികൾ സ്വീകരിച്ചത്, മൃഗസ്നേഹികളുടെ സംഘടനകൾ, ഈ 3 ടീമായിട്ട് 3 വിഭാഗമായി തരംതിരിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കേസ് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും.